രാവിലെ രണ്ടും കൂടെ പതുങ്ങി പതുങ്ങി ഇത് എങ്ങോട്ടാണെന്നാണെങ്കില് കറി വെക്കാനൊന്നുമില്ല. എന്നാ പിന്നെ തൊടിയിൽ പോയി വല്ല മുരിങ്ങയിലയോ ചീരയോ പൊട്ടിക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ ഒരു മാങ്ങാണ്ടി ഇല്ല. കറി വെക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് മോന്റെ ഒരു സൂത്രം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങാനും പറിച്ച് കഴിച്ചിട്ട് വേണം കുടുംബത്തോടെ പരലോകത്തേക്ക് ടൂർ പോവാൻ. ഇത് ഷാമ്പു ആണെന്ന് പറഞ്ഞ് കൈകൊണ്ട് ഒറ്റ പിതുക്ക്. ഞാൻ പറഞ്ഞ് പട്ടിയെങ്ങാനും മൂത്രമൊഴിച്ചിരിക്കുന്നു. എന്നാ പിന്നെ ഫ്രിഡ്ജിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ചപ്പോ ഭാഗ്യം ഒന്നുമില്ല. ദാണ്ട്രാ ഉണ്ടടാ ദേണ്ടിരിക്കുന്നത് നിന്റെ അച്ഛന്റെ കൂമ്പ്. ഇത് കണ്ണന്റെ കൃഷി സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന വാഴക്കൂമ്പാണേ. പൊളിക്കുന്നതിനിടയ്ക്ക് ഒരെണ്ണം അടുത്ത് തേനുണ്ടോന്ന് അറിയാൻ കുടിച്ചു നോക്കിയതായിരുന്നു. അതിനകത്ത് തേന് പോയിട്ട് തേനീച്ച പോലും ഇല്ല. ഈ വർഷത്തെ ഓസ്കാർ തേനില്ലാതെ കുടിച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്നത് ഈ മുതലിനായിരിക്കും. അങ്ങനെ വാഴക്കൂമ്പ് വസ്ത്രാഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് നേരെ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ സാധനത്തിന് നന്നായിട്ട് അച്ചാരം ഉച്ചാരം കൊത്തിയെടുക്കാം. കൊത്തുന്നതിനിടയ്ക്ക് വളരെയധികം സൂക്ഷിക്കുക. ഇതൊരു മത്സരമല്ല. പതുക്കെ കൊത്തിയില്ലെങ്കിൽ പാത്രത്തിൽ ഒന്നും കാണൂല. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നേരെ പരസ്യമാണെന്നല്ലേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കുളിക്കാൻ പോയിരിക്കും. അത് പിന്നെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ആരും വിചാരിക്കില്ലെന്ന് അമ്മ. അരിഞ്ഞു വെച്ചേക്കുന്ന വാഴക്കൂമ്പിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കാം. എന്തായാലും എണ്ണ തേച്ചെടുത്തതല്ലേ, എന്നാ പിന്നെ ഇച്ചിരി കുളിപ്പിച്ചേക്കാം. ഇതിനിടയ്ക്ക് ശീതൂട്ടി ഉറക്കത്തിൽ നിന്ന് വെച്ച് ദേ ഒളിച്ചേകണ്ട കളിക്കുന്നുണ്ടേ. ആ വിരൽ മൊത്തം ഒന്ന് മിക്കവാറും തിന്നു തീർക്കും. ഇനി അടുക്കളയിൽ കയറുന്നവരുടെ പ്രധാന ശത്രുവായ സവാള ഒരെണ്ണം എടുക്കാം. അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ കോരി ഒഴിക്കുമ്പോൾ ആലോചിക്കണം ഈ പണ്ടാരത്തിന് ഇപ്പൊ 400 രൂപ കഴിഞ്ഞിട്ടുണ്ടെന്ന്. കടുകൊക്കെ പൊട്ടിച്ചിട്ട് അരിഞ്ഞു വെച്ച സവാളയും വാഴക്കൂമ്പും കൂടെ വേവിച്ചെടുക്കാം. ഇനി വേവിച്ച ചെറുപയറും അരച്ച തേങ്ങാക്കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് വെൽ. ഇനി വേണ്ട പ്രധാന സാധനം ഈ ചക്കമരത്തിലാണ്. അയ്യേ, ചക്കമരോ? പ്ലാവില്. ഇനി കുറച്ച് പ്ലാവല ഇങ്ങനെ നന്നായിട്ട് പിച്ച് എടുക്കണം. ഇത് തോരനും അവിയലൊന്നും അല്ല കേട്ടാ, ഒരു സംഗതി ഉണ്ട്. ആഹാ, ക്യാമറാമാൻ ഇപ്പൊ ക്യാമറയും കൊണ്ട് അടുത്ത കണ്ടെത്തി കിടന്നാണ്. ഇനി നല്ല ചൂട് കഞ്ഞിയും നല്ല അമ്മിക്കല്ലിൽ അരച്ച് ഉരുട്ടിയെടുത്ത ചമ്മന്തിയും മാങ്ങ അച്ചാറും പിന്നെ നല്ല ഉണക്ക മുളക് വറുത്തതും കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും പപ്പടവും വാഴക്കൂമ്പ് തോരനും. ഇനി നല്ല പച്ച പ്ലാവിലെ കുമ്പിള് കൂട്ടി ഈ ചൂട് കഞ്ഞി അങ്ങോട്ട് കോരി കുടിച്ചാലുണ്ടല്ലോ വല്ല കഞ്ചാവും കള്ളന്ന് വലിച്ചു കയറ്റുന്നതല്ല മക്കളെ ലഹരി. ഇതൊക്കെയാണ് ലഹരി. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുമ്പോൾ കാണുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര സുഖമല്ലേ. ഇടയ്ക്ക് ഉപ്പിലിട്ട കണ്ണിമാങ്ങ എടുത്തതേ ഇങ്ങനെ ഒരു ഒറ്റക്കടി. ആഹാ, എന്ത് ടേസ്റ്റ് ആയിരുന്നറിയാവോ. ഇപ്പോഴത്തെ പിള്ളേര് കഞ്ഞിയൊക്കെ കുടിക്കുമെന്നാണെങ്കിൽ എല്ലാം കുടിച്ച് വളരട്ടെ എന്നവര്. എനിക്ക് കഞ്ഞി കുടിക്കാൻ ആരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞിട്ട് ശീതൂട്ടി ഇതേ ഇവിടെ ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.